ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? ദാ ദീദി വീണ്ടും വന്നു. അപ്പോൾ ഇന്ന് ദീദി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല അടിപൊളിയായിട്ട് സേമിയ കൊണ്ട് കസ്റ്റേർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് സേമിയ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അതും തിന്നായിട്ടുള്ള സേമിയ തന്നെയാണ് ഞാൻ എടുത്തത്. തടിയുള്ളതാകുമ്പോൾ നമുക്ക് ഈ കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ ഇതേ കപ്പിൽ തന്നെ 4 കപ്പ് പാൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ പാലിപ്പോൾ നല്ല പോലെ ചൂടായിട്ട് വരുന്നുണ്ട്. പിന്നെ പാൽ വെച്ചിട്ട് അങ്ങോട്ട് പോകണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് മറിഞ്ഞോ. ഞാൻ ഇപ്പോൾ ഇളക്കി കൊടുത്ത് തന്നെ ഈ പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പാൽ നല്ല പോലെ തിളച്ച് പൊന്തിയിട്ട് വരുമ്പോൾ നമ്മൾ എന്താക്കണം, ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് ഇത് ഒഴിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി കൈയെടുക്കാണ്ട് സേമിയ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തിളക്കും. തിളച്ച പാലല്ലേ നമ്മൾ കൂട്ടിയത്. ഇപ്പോൾ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താക്കണം, ഇനി കൈയെടുക്കാതെ രീതിയിൽ തിളച്ചിട്ടായിട്ട് മൂടിയിട്ട് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് തീ മീഡിയം തീയിലേക്ക് ആക്കണം. ഫുള്ള് തീയിൽ വേണ്ട, ഒരു മീഡിയം ടു ലോ തീയിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. മക്കളെ, ഇപ്പോൾ ഇത് 7 മിനിറ്റായി. സേമിയയിൽ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ട് കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്കാണുള്ളതെങ്കിൽ അതെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയിട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡർ, സ്ട്രോബെറിൻ്റെ ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിരുന്നത്. പിന്നെ വേറൊരു 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് മക്കളെ. ആ 1/2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ടാണ് ഞാൻ പാൽപ്പൊടി കലക്കിയത്. ബാക്കിയുള്ള പാലെടുത്തിട്ട് ഈ കസ്റ്റേർഡ് പൗഡർ കലക്കിയിട്ട് വെക്കണം. കലക്കി വെച്ച കസ്റ്റേർഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, കുറച്ചായിട്ട് നമുക്ക് ഈ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചാരയും കൂടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ അത് മെൽറ്റായിട്ടാകുമ്പോൾ ഞാൻ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത് അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കട്ടൊന്നും ഇല്ലാതെ പോലെ കലക്കിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടൊന്നും കട്ടാണ്ട് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആവണം. കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് തണുക്കാൻ വെക്കണം. തണുത്ത പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് എടുക്കണം. നല്ല പോലെ തണുപ്പിച്ചിട്ട് കുടിക്കാനാണ് ഈ ഫലൂദ ടേസ്റ്റ്. അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് കുടിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ചിട്ട് കുടിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ മക്കളെ. സാധാരണ സേമിയ പായസം ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ട് കുടിക്കലുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കസ്റ്റേർഡിൻ്റെ പൗഡർ മാത്രം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കൽ പാത്രം. അതിൻ്റെ ഡബിൾ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും നോമ്പ് നോക്കിയാൽ മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കിയത്. ഇനി നോമ്പ് തന്നെയാണെന്നില്ല, ഇപ്പം വൈകിട്ടൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കുടിക്കാൻ നല്ല പാങ്ങ്. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബായ് പ്രാന്തെല്ലാം വരുന്നില്ലേ, ആ സമയത്ത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെ ഇത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് നിങ്ങളെ കയ്യിൽ എന്ത് നട്സ് ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ, മുന്തിരിങ്ങായ, ബദാമ, പിസ്ത, നിങ്ങളെ കയ്യിൽ എന്തുണ്ട് മക്കൾ അത് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഭയങ്കര എളുപ്പം, അതെ വെറൈറ്റിയും അതെ ടേസ്റ്റും അതെ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് വരെ ജസാക്കല്ലാഹ് ഖൈർ.